നോർമൽ വാട്ടറാണ്. നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തിട്ട് ടേബിൾ സ്പൂണ് വെള്ളം മതി. ചില ടൈമിൽ നമുക്ക് പാലിന്റെ ആവശ്യം വരില്ല, കാരണം അത് നമ്മൾ എഗ്ഗും പഞ്ചസാരയും ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലിന്റെ ഒന്നും ആവശ്യം വരാറില്ല. അത് നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അത് ടൈറ്റ് ആണ് തോന്നുമ്പോൾ മാത്രം പാല് വെള്ളം ചേർക്കാൻ നിർബന്ധമില്ല കേട്ടോ. അപ്പൊ നമ്മള് ബാറ്റർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ടിപ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈറ്റ് വിനീഗർ, സുർക്ക പറയും, അത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ, ഫുള്ള് വേണ്ട, ഒരു കുറച്ച് എന്ത് ചെയ്യാ, നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ലാസ്റ്റ് ഭാഗം നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ്. അപ്പൊ അതായത് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാ വെച്ചാല് നമ്മളെ ഈ ബാറ്ററില്, നമ്മളെ ഈ സ്പഞ്ചില് എഗ്ഗിന്റെ സ്മെല്ല് ഇല്ലാണ്ട് നിൽക്കാനും പിന്നെ സ്പഞ്ച് ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് വിനീഗർ ചേർക്കാൻ ചിലവർക്ക് പറ്റൂല, അങ്ങനെ തോന്നുന്നവരാന്നുണ്ടെങ്കിൽ അതിന് ബദല് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ. അതേ അളവില്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. റിബൺ കൺസിസ്റ്റൻസി. ഇതാണ് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ കറക്റ്റ് അളവ് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മളെ ബാറ്റർ മുഴുവനും കേക്കിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഫുള്ളും മിക്സ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാനും എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് എത്താനും വേണ്ടിയിട്ടാട്ടോ. ഇല്ലെങ്കിൽ ഒരു സൈഡ് പൊന്തി ഒരു സൈഡ് താന്ന് അങ്ങനെയൊക്കെ നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടില്ല എയർ ബബിൾസ് പൊട്ടുന്ന. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്പഞ്ച് ബേക്കായി നമ്മളത് 3 ലെയർ കട്ട് ചെയ്യുന്ന ടൈമില് ഉള്ളില് ഫുള്ള് മോൾസ് ഉണ്ടാവും. അതില്ലാണ്ട് നിൽക്കാനാണ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളെ ഈ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇതിന്റെ അടപ്പ് മാറ്റിന് ശേഷം ഇതിന്റെ സെന്ററിലായിട്ട് നമ്മളെ കേക്കിന് വെച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാ, അടപ്പ് വെക്കുക, വെയിറ്റ് വെക്കുക. നമ്മളെ ഫ്ലെയിം വന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക്, ഹൈ ഫ്ലെയിമിലും അല്ല ലോ ഫ്ലെയിമിലും അല്ല, അതിന്റെ ഒരു നടുവിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 kg വാനില സ്പഞ്ചിന്റെ അളവ് ടൈമിങ് വന്നിട്ടുള്ളത് 25 to 28 അപ്പൊ 25 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് കുത്തി നോക്കുക. ബേക്ക് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരു 28 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നിട്ട് നോക്കാം. ബേക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല ഹൈറ്റിൽ പൊന്തിയിട്ടുണ്ട്. നമുക്കിതുപോലുള്ളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. സെൻറ്ററിലും കുത്തി വെക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കാം കേട്ടോ. എടുത്തേക്ക് എടുക്കാം. നമ്മളെ കേക്ക് ഇപ്പോൾ നല്ല ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ അറിയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. കേക്ക് ടിന്നിൻ്റെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഒരേപോലെയാണ് ഒരു സൈഡ് പൊന്തിയിട്ട് താന്നിട്ടൊന്നുമില്ല. ഇത് നല്ല ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം കേട്ടോ. ഇപ്പോൾ നല്ല ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പർ സൈഡ് ഇങ്ങനെ വലിച്ചിട്ട് പതുക്കെ വലിച്ച് റിമൂവ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ല കൂളായതിന് ശേഷം ഇന്ന് ഐസിങ് ചെയ്യുന്നില്ല നാളെ എന്നുണ്ടെങ്കിൽ
നല്ല കൂളായതിന് ശേഷം ഒരു ക്ലീൻ റാപ്പിൽ ചുറ്റിയിട്ട് ഒരു ബോക്സിൽ അടച്ചിട്ട് പുറത്ത് വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ.